സത്യത്തില് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പട്ടുസാരി കൊടുത്ത് എടുക്കുന്നു. അല്ല, സാധാരണ അങ്ങനെയല്ലല്ലോ. ഇതവിടെ വേഷം ധരിച്ചില്ല നീ പെണ്ണ് കാണാൻ വരുന്നത് ഓടിക്കുന്നു. കാലം ഒരു പരീക്ഷണ വസ്തുവാണല്ലേ കഞ്ചന? കുട്ടിക്കാലം തൊട്ടേ ഞാൻ വളരുമ്പോ എൻ്റെ മനസ്സിലും നീയും വളർന്നിരുന്നു. നീയും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൂട്ടൻ അന്ന് കത്ത് തരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നീ തന്ന ഒരു മൈപ്പിലിത്തുണ്ടും എൻ്റെ കൈവശം പതിഞ്ഞ ഒരു നോട്ട്ബുക്കും എൻ്റെ ഒരു ഫോട്ടോയും മനസ്സിൽ വെച്ച് നടന്നവനാണ് ഞാൻ. എൻ്റെ കഴിവില്ലായ്മ ആയിരിക്കാം എൻ്റെ ഇഷ്ടം നിന്നോട് തുറന്നു പറയാൻ എനിക്ക് പറ്റിയില്ല. ഞാനത് പറഞ്ഞപ്പോഴേക്കും മൊയ്തീൻ നിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എൻ്റെ ആ കത്തിന് ഞാനൊരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു. ആ കത്ത് ഞാൻ അന്നേ മൊയ്തീന് കൊടുത്തിരുന്നു. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇത്രയും കാലം വിവാഹം കഴിക്കാതെ ഞാൻ കാത്തിരുന്നു. വെറുതെ ആയില്ലല്ലോ. മറ്റൊരു പുരുഷനെ ഓർത്ത് 10-20 വർഷമായി കാത്തിരിക്കുന്ന പെണ്ണാ ഞാൻ. എന്നെ വിവാഹം കഴിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പൂട്ടൻ എന്നെ? ഒരു ത്യാഗം ചെയ്യാൻ വേണ്ടി ഈ വീട്ടിലേക്ക് കയറി വന്ന ആളല്ല ഞാൻ. എന്തായാലും നിന്നെ മൊയ്തീന് കെട്ടിച്ചു കൊടുക്കില്ലെന്ന് ഉറപ്പാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ജീവിതം ഇങ്ങനെ വീട് തകരുന്നു കാണാൻ അതിനുള്ള മനസ്സാക്ഷി എനിക്കില്ല കാഞ്ചന. മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം അപ്പൂട്ട. പക്ഷെ അപ്പൂട്ടൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി ഞാൻ എൻ്റെ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ 10,000 ഇരട്ടി മൊയ്തീനെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ നിർബന്ധിച്ചാൽ എന്റെ ശവത്തിലായിരിക്കും അപ്പൂട്ട താലിട്ടോ. 1000 വർഷം ഈ നേരത്ത് കിടന്ന് അരകിച്ച് മരിക്കേണ്ടി വന്നാലും എന്റെ മൊയ്തീന് വേണ്ടി ഞാനത് ചെയ്യും. കണ്ട കാലാത്രി ഈനകത്ത് കഴിഞ്ഞത് അക്ഷരങ്ങൾ വായിച്ച എന്റെ മനസ്സ് മുറിച്ച് മാറ്റാൻ പറ്റുമോ പോട്ടെ? പറ, ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ? പറ കാഞ്ചന, എന്നെപ്പോലൊരു പെണ്ണ് ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ഈ മൊയ്തീന്റെ ഭാഗ്യ. എൻ്റെ മനസ്സിന്റെ സ്നേഹം എന്നെങ്ങനെ ഈ ലോകം അംഗീകരിക്കും? സത്യം. മാപ്പ്. എൻ്റെ അഭിമോഹത്തിന് മാപ്പ് കാഞ്ചന.